Hello friends, welcome back to our channel. This is me with Malu episode. People have heard the stories. They've read the articles. They've maybe even seen the red streak racing past them. My name is Jay Garrick. Your world is in danger. When you created the singularity above Central City, you also created a portal connecting our two Earths. I arrived on your Earth. I was in a fight with a man named Zoom, and he will do whatever it takes to ensure he's the only speedster in any world. അപ്പോൾ നമ്മുടെ ഫ്ലാഷിൻ്റെ സീസൺ ഫസ്റ്റിൻ്റെ ആ ഒരു റീക്യാപ്പ് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഫ്ലാഷിൻ സീസൺ 2 തന്നെ എപ്പിസോഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വേഗം തന്നെ ഫ്ലാഷിൻ്റെയും കൂട്ടരുടെയും ആ ഒരു കഥയിലേക്ക് തന്നെ കടന്നു ചെല്ലാം. ഫ്ലാഷും അതുപോലെ തന്നെ ഫയർ സ്റ്റോണും ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ സ്റ്റാർ ലാബിലേക്ക് തന്നെ കടന്നു വരികയും പിന്നീട് നല്ല രീതിയിൽ സംസാരിച്ച് എൻജോയ് ചെയ്യുകയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ഹാരിസൺ തന്റെ വീൽ ചെയറിൽ തന്നെ കടന്നു വരികയും പെട്ടെന്ന് അതിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ഹാരിയുമായി സംസാരിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. പൊടുന്നനെ ഈ ഒരു കാഴ്ചകളെല്ലാം തന്നെ അപ്രത്യക്ഷമാവും. സ്റ്റാർ ലാബിൽ നമ്മുടെ കഥാനായകനായുള്ള ബാരി ഒറ്റയ്ക്കാവുകയും ചെയ്യുകയാണ്. ഇതെല്ലാം തന്നെ അവൻ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. അതിനുശേഷം 6 മാസത്തേക്ക് അവൻ അവിടെ നിന്ന് തന്നെ മാറുകയാണ്. ജോ ഹെഡ് ആയിരിക്കുന്ന ആന്റിമെറ്റ ഹ്യൂമൻ ടാസ്ക് ഫോഴ്സിന്റെ ബേസിലേക്ക് ഇപ്പോൾ സിസ്കോ ആവട്ടെ വന്ന് ജോയിൻ ചെയ്യുകയാണ്. ഇതേ സമയത്ത് മറ്റൊരിടത്താവട്ടെ കെയ്റ്റ്ലിൻ ഇനിയും സ്റ്റാർ ലാബിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ റോണിയുടെ ഓർമ്മകളെല്ലാം തന്നെ വേട്ടയാടും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവിടെ നിന്ന് വിട്ടുപോയി മെർക്കുറി ലാബിൽ അവൾ ജോയിൻ ചെയ്യുകയാണ്. അവസരാവട്ടെ വളരെ നൈസായിട്ട് അദ്ദേഹത്തിന്റെ വൈഫിനോടൊപ്പം വളരെ കൂളായിട്ടൊരു ഹാപ്പി ലൈഫ് ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു ന്യൂ ക്ലാനിലെ സ്റ്റാഫ് ആയിട്ടുള്ള ആൾഡ്രാ സ്ട്രെങ് എന്ന് പറയുന്ന ഒരു വ്യക്തി കഴുത്ത് കൊല്ലപ്പെട്ട നിലയിലുള്ള ബാരിക്കും അതുപോലെ തന്നെ ജോയ്ക്കും കണ്ടെത്താനായി സാധിച്ചു. ബാരി അവിടേക്ക് കടന്നു വരികയും ആ ഒരു ബോഡി നല്ല രീതിയിൽ എക്സാമിൻ ചെയ്യുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു അരും കൊല ചെയ്ത് ഗ്രാഡ് ആയിരിക്കുമോ എന്ന് ജോ ഇപ്പോൾ ബാരി എടുത്ത് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ആയിരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ അവിടെ നിന്ന് കടന്നു പോകാനായി ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് സെൻട്രൽ സിറ്റിയെ തന്നെ രക്ഷിച്ചതിനെ തുടർന്ന് മേയർ ആവട്ടെ അവിടെ ഫ്ലാഷ് ഡേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ മേയർ ആവട്ടെ സെൻട്രൽ സിറ്റിയുടെ ചാവി തന്നെ ഫ്ലാഷിനെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇപ്പൊ ജോ ആവട്ടെ ആരെയോട് ഈ ഒരു സെലിബ്രേഷനെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയാണ്. എനിക്ക് ഇതിലൊന്നും തന്നെ താല്പര്യമില്ല. എനിക്ക് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് പറഞ്ഞതിന് ശേഷം അവനോടൊന്ന് മടങ്ങിപ്പോകാനായി ശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ അവിടെ നിന്ന് കടന്നു പോകുന്ന ബാരിയുടെ ഫോട്ടോ മറ്റൊരാളാവട്ടെ ക്യാപ്ചർ ചെയ്യുന്നു. സ്റ്റേഷനിലാവട്ടെ സിസ്കോ ഒരുപാട് ആക്രി സാധനങ്ങളൊക്കെ കൊണ്ടുവരികയും അതിനുശേഷം ഞാൻ ഇതുകൊണ്ട് മെറ്റാ ഹ്യൂമൻസിനെ തന്നെ തടയാനുള്ള ഒരു ബൂട്ട് നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ക്യാപ്റ്റന്റെ കയ്യിൽ അതിനുള്ള ബില്ലെല്ലാം തന്നെ കൊടുക്കുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ തന്നെ ഐറിസ് അങ്ങോട്ടേക്ക് കടന്നു വരികയും പിന്നീട് ആവട്ടെ ക്യാപ്റ്റനടുത്ത് സംസാരിക്കാനായി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ബാരിയെ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ ഒരു ഫംഗ്ഷന് കൊണ്ടുവരണം, ആ ഒരു ചുമതല നിന്റേതാണെന്ന് പറഞ്ഞ് അവളെ ധരിപ്പിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. അതിനുശേഷം അവളാവട്ടെ അവിടെ ചുമരിലുണ്ടായിരുന്ന ഇടിയുടെ ഫോട്ടോ കൊണ്ട് വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പിന്നീട് അവൾ ഫ്ലാഷിന്റെ അടുത്തേക്ക് തന്നെ കടന്നു വരികയും ഫ്ലാഷുമായി സംസാരിക്കുകയും ചെയ്യുകയാണ്. നീ ദയവായി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം. എനിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും നിന്നിൽ ഒരുപാട് വിശ്വാസമുണ്ട്. അത് നീ തകർക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഐറിസ് ആവട്ടെ അവിടുന്ന് മടങ്ങിപ്പോകാനായി ശ്രമിക്കുകയാണ്. ഒടുവിൽ അവർ കാത്തിരുന്ന ആ ഒരു സുദിനം വന്നെത്തിയിരിക്കുന്നു, ഫ്ലാഷ് ഡേ. അവിടേക്ക് ഇപ്പോൾ സിസ്കോയും അതുപോലെ ജോയും കടന്നു വന്നിരിക്കുകയാണ്. ബോട്ട് ഞാൻ തയ്യാറാക്കി എന്നിപ്പോൾ സിസ്കോ വളരെയധികം ആവേശത്തോടു കൂടെ ജോയെടുത്ത് പറയുന്നു. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് കേക്ക് കടന്ന് വന്നിരുന്നു. ഫംഗ്ഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മേയർ സ്റ്റേജിലേക്ക് കടന്നു വരികയും നമ്മുടെ ഈ ഒരു സെൻട്രൽ സിറ്റിയെ തന്നെ രക്ഷിച്ച ഫ്ലാഷിന് ഞാൻ ഈ സാനിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു താക്കോൽ കൊടുക്കാൻ തയ്യാറാവുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ഒരു സമയത്ത് എല്ലാവരും ചുറ്റും ഫ്ലാഷിനായി അന്വേഷിക്കുന്നു. അവിടെ ഫ്ലാഷ് എത്തിയിരുന്നില്ല. അതിനെ തുടർന്ന് എല്ലാവരും വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിരിക്കുന്ന സമയത്താണ് ലേറ്റാ വന്നാലും ഞാൻ ലേറ്റസ്റ്റ് ആത്താ വെറുതെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഫ്ലാഷ് അങ്ങോട്ടേക്ക് കടന്നു വരികയും ആ ഒരു താക്കോൽ തന്നെ മേയറിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ്. ഫംഗ്ഷൻ എല്ലാം തന്നെ വളരെ ഹാപ്പി ആയിട്ട് കഴിയുകയും മേയർ ആവട്ടെ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ആ ഒരു വേളയിലേക്ക് പെട്ടെന്ന് തന്നെ മുഖംമൂടി അണിഞ്ഞ ഒരാൾ കടന്നു വരുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വാഹനം തന്നെ മേയർക്കെതിരെ എറിയുകയാണ് ആ ഒരു മുഖംമൂടിയിട്ട മനുഷ്യനിവിടെ. ഇത് കണ്ട ഫ്ലാഷ് ആവട്ടെ ഉടൻ തന്നെ മേയറിന്റെ ജീവൻ രക്ഷിക്കുകയും അതിനുശേഷം ആ ഒരു മുഖംമൂടി മനുഷ്യനെ നേരിടാനായി പോവുകയും ചെയ്യുന്നു. സിസ്കോയോട് ജോ ആവട്ടെ വേഗം തന്നെ ആ ഒരു ബൂട്ട് കൊണ്ടുവരാനായിട്ട് പറയുന്നു. ഇതിനെ തുടർന്ന് അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു ബൂട്ട് ജോയെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ആവട്ടെ അത് ലോഡ് ചെയ്ത് ഇപ്പൊ ആ ഒരു മുഖംമൂടി മനുഷ്യനെ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. അതിൽ നിന്ന് പുറത്തു വസ്തു ആവട്ടെ അദ്ദേഹത്തിന്റെ കാലിൽ ലോക്ക്
ആവുകയും പിന്നീട് അവന്റെ ബോഡി ആകമാനം തന്നെ ഷോക്ക് അടിക്കാനായി തുടങ്ങുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഒരു പ്രതിഭാസം നടന്നതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യൻ വലിയൊരു ഭീമാകാരനായ മനുഷ്യനായി മാറാനായി ആരംഭിക്കുന്നു. ഇത് കണ്ട ഫ്ലാഷ് ആവട്ടെ അവന്റെ ബോഡിയിലേക്ക് ഏതാനും ചില ഗ്യാസ് കുറ്റികൾ വലിച്ചെറിയുകയും അവിടേക്ക് ഷൂട്ട് ചെയ്യാനായി ജോയുടെ അടുത്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ജോ അവിടെ ഷൂട്ട് ചെയ്യുകയും അതിലൂടെ ആ ഒരു ഭീമാകാരനായ മനുഷ്യൻ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആയി മാറുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു മുഖംമൂടി എല്ലാം തന്നെ തകർന്നു പോയിരിക്കുന്നു. ഇപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാനായി സാധിക്കുക. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്ത മരിച്ചുപോയ ആ ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ആ ഒരു മുഖംമൂടിയൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഇത് ഷോർട്ടായിട്ട് ആഡർ എന്ന് വിളിക്കാം. അടുത്ത സീനിലാവട്ടെ അവരെല്ലാവരും തന്നെ സ്റ്റാർ ലാബിലേക്ക് തന്നെ തിരികെ മടങ്ങി വരികയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഐറിസിന്റെ മുഖഭാവം കണ്ടിട്ട് ജോയ്ക്ക് അവൾക്ക് എന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലാവുന്നു. നമ്മൾ ഒരിക്കലും ഇനി മുതൽ ബാരിയെ ഒറ്റയ്ക്ക് വിടാനായി പാടില്ല, അവൻ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് അവൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് മറുപടി പറയുന്നു. ഇതേ സമയത്ത് സിസ്കോ ആവട്ടെ മെർക്കുറി ലാബിലേക്ക് കടന്നു വരികയും കേറ്റിലിനടുത്ത് സംസാരിക്കുകയും ചെയ്യുകയാണ്. കേറ്റിലാവട്ടെ സിസ്കോയെ കണ്ടതിനെ തുടർന്ന് ഒരുപാട് സന്തോഷം പോകുന്നു. ഡോക്ടർ മെഗ്ഗയുടെ പുതിയ ടെക്നോളജീസ് എല്ലാം തന്നെ സിസ്കോ കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യുകയാണ്. ഫ്ലാഷ് ഡേയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നീ ടിവിയിൽ കണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ് എന്ന് സിസ്കോ അവളുടെ അടുത്ത് മറുപടി പറയുന്നു. ദയവായി എന്നെ തിരികെ വിളിക്കരുത്, എനിക്ക് തിരികെ അവിടേക്ക് വരാൻ സാധിക്കില്ല എന്നിപ്പോൾ അവൾ അവൻ്റെ അടുത്ത് മറുപടി പറയുകയാണ്. നീ എനിക്ക് ഒരേ ഒരു സഹായം മാത്രം ചെയ്താൽ മതി. ന്യൂക്ലിയർ മിഷൻ പ്ലാന്റിൽ നിന്നും മരിച്ച ആളുടെ ഒരു ബാഡ്ജാണിത്. പക്ഷേ ഈ ഒരു ബാഡ്ജും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല അവനിപ്പോ ഒരു പടുകൂറ്റ മനുഷ്യനായി വളരുകയും അവിടെ അക്രമം അയച്ചുവിട്ട വേളയിൽ എക്സ്റേ മെഷീൻസ് ഒന്നും തന്നെ വർക്ക് ചെയ്യാതാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ ലോജിക് അതൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ എന്ന് മാത്രമാണ് സിസ്കോ ഇപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അടുത്ത സീനിലാവട്ടെ ഗ്രെഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബാരിയെ കാണാൻ വരികയും അതിനുശേഷം ഡോക്ടർ ഹാരിസൺ നിനക്ക് ഈ ഒരു സ്റ്റാർ ലാബ് ഏൽപ്പിക്കുന്നതിന് മുൻപായിട്ട് എന്നെ ഏൽപ്പിച്ച ഒരു പെൻഡ്രൈവ് നീ കാണണമെന്ന് പറഞ്ഞതിന് ശേഷം അവനെ ഏൽപ്പിക്കുന്നു. ഈ ഒരു പെൻഡ്രൈവ് നീ കണ്ടു കഴിയുകയാണെങ്കിൽ അതിനെ അറിയിക്കണമെന്നും അവൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ഗ്രീഡ് ഇവിടെ. ഇത് നിനക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം പ്രോഗ്രാം ചെയ്യുന്നതാണ് എന്നുകൂടെ അവനെ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ പെൻഡ്രൈവ് കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ആ പെൻഡ്രൈവ് അവിടെ ഉപേക്ഷിക്കുന്നു. ഇതേ സമയത്താണ് സ്റ്റാർ ലാബിലേക്ക് ആരോ കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു അലാം അവന് കേൾക്കാനായി സാധിച്ചതും. അവിടെ എത്തിയപ്പോൾ ബാരിക്ക് കാണാൻ സാധിച്ചത് ഐറിസിനെയും സിസ്കോയും അതുപോലെ തന്നെ പ്രൊഫസറിനെയുമാണ്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുകയാണ് ബാരിയുടെ. ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുകയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഫ്ലാഷിനോട് ചേർന്നുകൊണ്ട് തന്നെ ആ ഒരു മെറ്റാ ഹ്യൂമൻസിനെ എല്ലാം തന്നെ കണ്ടുപിടിക്കണമെന്ന് ഐറിസും അതുപോലെ തന്നെ സിസ്കോയും പറയുകയാണ്. എയ്റ്റ്ലിന്റെ അസംഷൻ പ്രകാരം ആ ഒരു മെറ്റാ ഹ്യൂമൻസ് എല്ലാം തന്നെ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുകയും അതിലൂടെ കൂടുതൽ പവർ ആർജിച്ചതിന് ശേഷമാണ് അവർ ഇപ്രകാരമുള്ള വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന് സിസ്കോ ഇപ്പോൾ ഐറിസിനടുത്ത് പറയുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും അവയെ കണ്ടെത്തിയേ തീരുകയുള്ളൂ. ഞങ്ങൾക്ക് നിന്നെ പോലെ തന്നെ ഈ ഒരു സെന്റർ സിറ്റിയോടും കടപ്പാടുണ്ട്, അതുകൊണ്ട് അതിന്റെ സുരക്ഷയും ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെന്നിപ്പോൾ ഐറിസ് ബാരിയുടെ അടുത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യുകയാണ്. സിസ്കോ ആവട്ടെ ഒരുപാട് നേരമായിട്ട് ഇപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. യെസ്, ഐ ഗോട്ട് ഇറ്റ്. ഹസാർഡ്സ് വേസ്റ്റ് റീക്ലമേഷൻ പ്ലാന്റിലാണ് ഒരുപാട് റേഡിയേഷൻസ് ഉള്ളത്. ഇപ്പൊ അവിടുത്തെ റേഡിയേഷന്റെ അവസ്ഥ 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് നമുക്ക് അവരെ പിടിക്കാൻ സാധിക്കുമെന്ന് സിസ്കോ ഇപ്പോൾ പ്രൊഫസറിനടുത്ത് മറുപടി പറയുന്നു. ഇത്തരത്തിൽ ഓട്ടം പവർ സ്മാഷ് ചെയ്തുകൊണ്ടാണ് അവർ കൂടുതൽ ശക്തി ആർജിക്കുന്നതെന്ന് പ്രൊഫസർ പറയുന്നു. ഇത് മനസ്സിലാക്കിയ ഫ്ലാഷ് ആവട്ടെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയാണ്. ആഡ്രനെ മീറ്റ് ചെയ്യുകയും പിന്നീട് അവർ ഏറ്റുമുട്ടാനുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് തന്നെ കടന്നു വരികയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ CCTVs എല്ലാം തന്നെ ഹാക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർ ലാബ്സിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ടീംസ് കാണാനായി സാധിക്കുകയും ചെയ്തിരുന്നു. ആഡ്രൻ ആവട്ടെ പൊടുന്ന വലിയൊരു ഭീമാകാരനായി മനുഷ്യനായി തീരുകയും പിന്നീട് നമ്മുടെ ഫ്ലാഷിനെ നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കുകയും ചെയ്യുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ CCTVയിലൂടെ കണ്ട പ്രൊഫസർ ആവട്ടെ എങ്ങനെയെങ്കിലും ഫ്ലാഷിനെ രക്ഷിക്കാനായി സിസ്കോയുടെ അടുത്ത് അവിടെയുണ്ടായിരുന്ന അലാംസ് എല്ലാം തന്നെ ഓൺ ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇതേ തുടർന്ന് ആഡ്രന്റെ ശ്രദ്ധ തെറ്റുകയും ആ ഒരു സമയത്ത് ഫ്ലാഷിനെ അവർ ലാബിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. നിനക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ചോദിച്ചതിന് ശേഷം ഫ്ലാഷിന് ആവശ്യമായ ട്രീറ്റ്മെന്റും അവർ കൊടുക്കുന്നു. പിന്നീട് ഫ്ലാഷിന്റെ ആ ഒരു ചെറുപ്പകാലമാണ് കാണിക്കുന്നത്. പാരന്റ്സ് നഷ്ടപ്പെട്ട നമ്മുടെ ബാരി ആവട്ടെ വളരെയധികം സങ്കടപ്പെടുകയും ആ ഒരു സങ്കടം ദേഷ്യമായി മാറി
ഭക്ഷണം വരെ കഴിക്കാനായി അവൻ കൂട്ടാക്കുകയും ചെയ്തിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെറുപ്പത്തിൽ തന്നെ കണ്ടിരുന്ന നമ്മുടെ ജോയ് ആവട്ടെ അവനെ ആശ്വസിപ്പിക്കുകയും അവനെ കൂടെ നിർത്തുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഫ്ലാഷ് ബാക്ക് മാറി പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നമ്മുടെ ബാരി ആവട്ടെ പെട്ടെന്ന് തന്നെ ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരുകയും പിന്നീട് നമ്മുടെ ജോയുമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ഐറിസ് പറഞ്ഞത് ശരിയായിരുന്നു. നിന്നെ 6 മാസം വെറുതെ വിട്ടത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. നീ ഇനി മുതൽ ഞങ്ങളുടെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. ഇപ്പൊ നീ ആവട്ടെ സ്വന്തം ജീവൻ തന്നെ കളയാനുള്ള അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ് എന്നുകൂടെ ജോ അവനെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത സീനിലാവട്ടെ നമ്മുടെ ബാരി ഇപ്പോൾ മെർക്കുറി ലാബിലേക്ക് തന്നെ കടന്നു ചെല്ലുകയാണ്. ഹാരിയെ കണ്ട ഉടൻ തന്നെ നല്ല രീതിയിൽ സർപ്രൈസ്ഡ് ആവുകയാണ് കേറ്റ്ലിൻ ഇവിടെ. ബാരി നീ എന്താണ് ഇവിടെ എന്ന് വളരെ ആശ്ചര്യത്തോടെ അവളിപ്പോ അവനെടുത്ത് ചോദിക്കുന്നു. നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണ് റോണി അടക്കം ബാക്കി എല്ലാവരും തന്നെ മരിച്ചു പോയത് എന്ന് വളരെ സങ്കടത്തോടു കൂടെ പറയുകയാണ് ബാരി ഇവിടെ. ഒരിക്കലുമല്ല, ഇതിൽ എല്ലാവർക്കും തന്നെ പങ്കുണ്ട്. നീ മാത്രമല്ല അവരുടെ ഒന്നും മരണത്തിന് കാരണമെന്ന് പറഞ്ഞതിന് ശേഷം ബാരിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേറ്റ്ലിൻ ഇവിടെ. കേറ്റ്ലിനും ഒപ്പം ഒരുപാട് സങ്കടം വന്നിരുന്നു. അതേ തുടർന്ന് അവന്റെ ടവൽ പുറത്തെടുത്തതിന് ശേഷം കേറ്റ്ലിന് കൊടുക്കാനായി ഒരുങ്ങുന്ന ആ ഒരു വേളയിൽ തന്നെ പോക്കറ്റിലുണ്ടായിരുന്ന പെൻ ഡ്രൈവ് താഴെ വീഴുന്നു. ഇത് കണ്ട നമ്മുടെ കേറ്റ്ലിൻ ആവട്ടെ ഇത് നിനക്ക് ആര് തന്നു, എന്താണ് ഇതിനുള്ളിൽ എന്ന് വളരെ വ്യക്തമായിട്ട് ഹാരിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇതെനിക്ക് ഹാരിസൺ എനിക്കായി കൊടുത്തു വിട്ടതാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചു നോക്കിയിട്ടില്ല എന്ന് അവളുടെ അടുത്ത് മറുപടി പറയുകയാണ് കഥാനായകൻ ഇവിടെ. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ ഒരു പെൻഡ്രൈവ് കണ്ടാലോ എന്നിപ്പോ കേറ്റ്ലിൻ അവന്റെ അടുത്ത് ചോദിക്കുന്നു. അതിനെ തുടർന്ന് ആ ഒരു വീഡിയോ അവർ ഒരുമിച്ച് കാണാൻ ഇടയാവുകയാണ്. നീ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ ഇടയാവുന്നുണ്ടെങ്കിൽ വലിയൊരു വിപത്ത് സംഭവിച്ചു, അതിലൂടെ ഞാൻ മരണപ്പെട്ടു എന്നാണ് അർത്ഥമെന്ന് ഇപ്പൊ ആവട്ടെ ഹാരിസൺ ആ ഒരു വീഡിയോയിലൂടെ അവരുടെ അടുത്ത് പറയുകയാണ്. എന്നാൽ ഞാനിപ്പോ നിന്നോട് വലിയൊരു ഇൻഫർമേഷൻ പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനാണ് യഥാർത്ഥത്തിൽ ഹാരിസൺ വെൽസ്. ഞാൻ തന്നെയാണ് 2000 മാർച്ച് 18 നൂറ അലനെ കൊന്നത്. ഈ ഒരു കാര്യം നീ പോലീസിനെ അറിയിക്കണമെന്ന് ഇപ്പോൾ നമ്മുടെ ഹാരിസൺ ആവട്ടെ ആ ഒരു വീഡിയോയിലൂടെ ബാരിയുമായി പങ്കുവെക്കുന്നു. ഈ ഒരു കാര്യം കേട്ട് ഒരുപാട് സന്തോഷമാവുകയാണ് ബാരിക്ക് ഇവിടെ. ഈ ഒരു ഇൻഫർമേഷൻ പോലീസിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ അച്ഛൻ രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ ജോയ് ഫോൺ ചെയ്യുകയും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ബാരി ഇവിടെ. ഈ ഒരു കാര്യം അറിഞ്ഞ് ബാരിക്ക് അവന്റെ സന്തോഷം അടക്കി വെക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഇപ്പോൾ വളരെയധികം ഹാപ്പിയിലാണ്. പിന്നീട് ആവട്ടെ സ്റ്റാർ ലാബിലേക്ക് തന്നെ കടന്നു വരികയും നമുക്ക് എങ്ങനെ ആഡ്രിനെ കണ്ടെത്താം എന്നുള്ള ആ ഒരു ചർച്ചയിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് അവരെല്ലാവരും തന്നെ. അതിലൂടെ നമ്മുടെ ഫ്ലാഷ് ആവട്ടെ അവന്റെ തന്നെ ഒരു സിമ്പിളുള്ള ഒരു ലൈറ്റ് ഉണ്ടാക്കുകയും ആ ഒരു ലൈറ്റ് തേടി അങ്ങോട്ടേക്ക് ആഡ്രിൻ കടന്നു വരികയും ചെയ്യുകയാണ്. പിന്നീട് ആവട്ടെ അവരെല്ലാവരും പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് ആഡ്രിനെ കൊണ്ടുവരികയും അതിനുശേഷം അവനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ഫ്ലാഷ് ഇപ്പോൾ. ആഡ്രിനെ ഇപ്പോൾ നമ്മുടെ ഫ്ലാഷ് ആവട്ടെ ഒരു കണ്ടെയ്ൻമെന്റിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. പിന്നീട് അത് ടക്ക് എന്ന് പറഞ്ഞ് ലോക്ക് ചെയ്യുകയും അങ്ങോട്ടേക്ക് അവനെ സഹിക്കാൻ കഴിയാത്ത അത്രയും റേഡിയേഷൻസ് കടത്തിവിടുകയും ചെയ്യുകയാണ്. ഇതിനെ തുടർന്ന് നമ്മുടെ ആഡ്രിൻ ആവട്ടെ അവന്റെ വലിപ്പം എല്ലാം തന്നെ കുറയുകയും അവിടെ ബോധരഹിതനായി വീഴുകയും ചെയ്യുന്നു. പിന്നീട് ഫ്ലാഷ് അവന്റെ അടുത്ത് എന്തിനാണ് നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞൊരു വ്യക്തി നിന്നെ കൊല്ലുകയാണെങ്കിൽ എന്നെ എന്റെ ലോകത്തേക്ക് എന്നെ തിരികെ കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഞാൻ നിന്നെ കൊല്ലാൻ വന്നത് എന്ന് അവൻ ഇപ്പോൾ നമ്മളുടെ ഫ്ലാഷിന്റെ അടുത്ത് പറയുകയാണ്. പിന്നീട് ആവട്ടെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹാരി അലൻ ആവട്ടെ ജയിൽ മോചിതനാവുകയാണ്. ഹാരി ആവട്ടെ ഹാരിയുമായി ഇപ്പൊ ജോയുടെ വീട്ടിലേക്ക് കടന്നു വരികയും അവിടെ എല്ലാവരും തന്നെ കൂടി വലിയൊരു പാർട്ടി പോലെ ആഘോഷിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ മറ്റൊരു സന്തോഷകരമായ കാര്യം കൂടെ സംഭവിക്കുന്നു. ജോയ് ആവട്ടെ സിസ്കോയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ഒരു പോലീസ് ബാഡ്ജ് അവന് സമ്മാനമായി കൊടുക്കുകയാണ്. ബാരി ഇപ്പോൾ അവന്റെ അച്ഛനായിട്ടുള്ള ഹാരിയുടെ അടുത്ത് വരികയും നമുക്കിനി ഒരു പുതിയ ജീവൻ തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങേക്കായി ഒരു പുതിയ വീട് തന്നെ കണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് ഹാരിയോട് ആവശ്യപ്പെടുകയാണ് ബാരി ഇവിടെ. ഒരിക്കലും അത് പോരാ, നിന്നെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. നീ എൻ്റെ മകനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഈ ഒരു ലോകത്തിന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റിക്ക് ആവശ്യകത അനിവാര്യമാണെന്ന് പറഞ്ഞതിന് ശേഷം അവന്റെ അച്ഛനാവട്ടെ അവിടുന്ന് കടന്നു പോകാനായി തുടങ്ങുകയാണ്. അത് കണ്ട് നമ്മുടെ ബാരി ഒരുപാട് വിഷമവുമാകുന്നു. പിന്നീടാവട്ടെ ബാരിയെ വീണ്ടും നമ്മുടെ ജോ ആശ്വസിപ്പിക്കുകയും സെൻട്രൽ സിറ്റിയുടെ ആ ഒരു കീ അവനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ സ്റ്റാർ ലാബില് ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ അവർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. ഈ ഒരു സമയത്താണ് അവർ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി അവിടത്തേക്ക് തന്നെ കടന്നു വന്നത്. അവനെ കണ്ട് എല്ലാവരും ഷോക്ക് ആവുകയും പിന്നീട് ജോ ഗണ്ണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. ഇവന്റെ പേര് ജെ ഗാരക് എന്നാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷെ ബാരിയെ എനിക്കറിയാം.
നിങ്ങളുടെ ലോകം അതിപ്പോൾ വളരെ വലിയ ആപത്തിലാണ്. ജയഗാരിക്കാണ് ഇത്തരത്തിൽ നമ്മുടെ ബാരിയുടെ ഫോട്ടോ ഒളിഞ്ഞു നിന്ന് ക്യാപ്ചർ ചെയ്തതും. എനിക്ക് നിങ്ങൾ എല്ലാവരും തന്നെ അറിയാം, ഈ ഒരു ലോകത്ത് ബാരിയാണ് ഫ്ലാഷ് എങ്കിൽ എന്റെ ലോകത്ത് ഞാനാണ് ഫ്ലാഷ് എന്ന് അവനിപ്പോൾ അവരുടെ മുമ്പിൽ പറയുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ രണ്ടുപേരുടെയും ആ ഒരു ലോകത്തിനിടയിൽ ഒരു പിളർവ് സംഭവിക്കുകയും അതിലൂടെയാണ് ഇവിടേക്ക് എന്റെ ലോകത്തുള്ള ആൾ പ്രവേശിച്ചതെന്നും അതിൽ ഒരാളാണ് ആഡ്രിൻ എന്നും ഇപ്പൊ നമ്മുടെ ജയ ആവട്ടെ ബാരിക്ക് മുമ്പിൽ തുറന്നു പറയുന്നു. എന്റെ ലോകത്ത് എന്റെ ശത്രു സൂം ആണെന്ന് കൂടെ ജയ ആവട്ടെ ബാരിക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ്. ഈ ഒരു സമയത്താണ് സൂം തന്നെ കൊല്ലാൻ ആഡ്രിനോട് പറഞ്ഞ കാര്യം എല്ലാം തന്നെ നമ്മുടെ ബാരിക്ക് ഓർമ്മ വന്നതും. സൂമിന്റെ വേഗത നമ്മളെക്കാൾ എല്ലാം തന്നെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്റെ ലോകത്ത് എനിക്ക് അവനെ പിടിച്ചു കെട്ടാനായി ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തരത്തിൽ ജയഗാരിക്കും അതുപോലെ തന്നെ നമ്മുടെ സൂമും ഏറ്റുമുട്ടുന്ന ആ ഒരു വേളയിൽ തന്നെ ജയഗാരിക്കിന്റെ ഹെൽമെറ്റ് വോം ഹോളിലൂടെ സ്റ്റാർ ലാബിലേക്ക് വന്ന് പതിക്കുന്നു. അതിനുശേഷം ഹോളിലൂടെ അരിയുടെ ആ ഒരു ലോകത്തേക്ക് കടന്നു വരികയാണ്. അവന് തിരികെ പോകണമെങ്കിൽ ഇവരുടെ സഹായം ഇപ്പോൾ അത്യന്താപേക്ഷിതമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ടും നമ്മുടെ ബാരിക്ക് അവിടെ അത് വിശ്വസിക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് കേറ്റിനോട് നീ ഇവനെ വളരെ വ്യക്തമായിട്ട് തന്നെ ചോദ്യം ചെയ്യണം. അതിലൂടെ ഇവൻ പറയുന്ന നുണയാണെങ്കിൽ സൂം മാത്രമായിരിക്കില്ല നിന്റെ ശത്രു, ഞാൻ കൂടെ ആയിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടെ ഇവിടെ ജയഗാരിക്ക് കൊടുക്കുകയാണ് ബാരി. ഇതേ സമയത്ത് സൂം ആവട്ടെ അവൻ സെൻട്രൽ സിറ്റിയിലേക്ക് തന്നെ കടന്നു വരികയും പിന്നീട് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് മറ്റൊരാളെ എത്തിക്കുകയാണ്. കേറ്റിലാവട്ടെ ജയഗാരിക്കിനെ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്യുകയും അതിനുശേഷം നീ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഫ്ലാഷായി മാറിയതെന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്. അത് വലിയ കഥയൊന്നുമല്ല, നിങ്ങളുടെ ബാരി ഫ്ലാഷ് ആയി മാറിയതുപോലെ തന്നെ ഒരു മിന്നലടിച്ച് ഞാൻ കോമയിലാവുകയും പിന്നീട് ആ ഒരു കോമയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റ സമയത്ത് എനിക്ക് ഈ പവറിൽ ലഭിച്ചു എന്ന് അവനിപ്പോൾ കെയ്റ്റിലെടുത്ത് മറുപടി പറയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞതിന് ശേഷം സ്റ്റാർ ലാബിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷനും അതുപോലെ തന്നെ വലിയ സങ്കോചവും കടന്നു വരുന്നു. ഓസറിന് ഈ ഒരു കാര്യം തള്ളിക്കളയാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ജയഗാരിക് പറഞ്ഞതുപോലെ ഒരു പോർട്ടൽ നമ്മുടെ ഈ ഒരു സെൻട്രൽ സിറ്റിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോർട്ടൽ നമ്മൾ എന്ത് വില കൊടുത്തും അടച്ചേ തീരുകയുള്ളൂ എന്ന് അദ്ദേഹം ഇപ്പോൾ മറുപടി പറയുന്നു. കേറ്റ്ലിൻ അങ്ങോട്ടേക്ക് കടന്നു വരികയും ഞാൻ അവനെ നല്ല രീതിയിൽ തന്നെ എക്സാമിൻ ചെയ്തു. അതിലൂടെ അവൻ പറയുന്ന എല്ലാം തന്നെ സത്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ബാരിയുടെ അടുത്ത് മറുപടി പറയുകയാണ് കേറ്റ്ലിൻ ഇവിടെ. പക്ഷെ അതൊന്നും കേട്ടിട്ടും ബാരിക്ക് വീണ്ടും വിശ്വസിക്കാനേ ആയില്ല. നീ വീണ്ടും അവനെ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബാരി അവൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഇതേ സമയത്ത് ജോ ആവട്ടെ അവനിപ്പോൾ സ്റ്റേഷനിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. ബാരി ആവട്ടെ കുറച്ചു സമയത്തിന് ശേഷം ജയഗാരിക്കിനെ ഒരു സെല്ലിൽ അടച്ചിടുകയാണ്. പിന്നീട് തൽക്കാലം എനിക്ക് ഇത് മാത്രമേ നിവർത്തിയുള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് ജയഗാരിക്കിനോട് മറുപടി പറയുകയാണ് ബാരി ഇവിടെ. ഇത്തരത്തിൽ സൂം നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ എന്ന് ജയഗാരിക് വീണ്ടും വീണ്ടും അവൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല, മറിച്ച് നിങ്ങളെ സഹായിക്കാനും എനിക്ക് എന്റെ ലോകത്ത് മടങ്ങി പോവാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അവൻ വീണ്ടും ബാരിയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേ സമയത്ത് സിസ്കോ ആവട്ടെ ദേശം തന്നെ അഗ്നിക്കിരയാകുന്ന കാര്യം നമ്മുടെ ഫ്ലാഷിനെ അറിയിക്കുന്നു. അതിനെ തുടർന്ന് ഫ്ലാഷ് അങ്ങോട്ടേക്ക് കടന്നു വരികയും അവന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അഗ്നി എല്ലാം തന്നെ ശമിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഭീമാകാരനായ ഒരു മണ്ണു മനുഷ്യൻ കടന്നു വരികയും ഫ്ലാഷിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഒടുവിലാവട്ടെ ഫ്ലാഷ് ആ ഒരു മണ്ണു മനുഷ്യൻ തന്നെ ഇടിച്ച് നിരപ്പാക്കുന്നു. പക്ഷെ ആ വിദഗ്ധമായി തന്നെ ഫ്ലാഷിനെ കലർന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് കടന്നു പോവുകയാണ്. അതിനുശേഷം ജോയും ബാരിയും ആവട്ടെ ആ ഒരു പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് നല്ല രീതിയിൽ പരിശോധിക്കുകയും അവിടെ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കണ്ടെത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് പാട്ടെ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ അങ്ങോട്ടേക്ക് കടന്നു വരികയും അതിനുശേഷം അവരുമായി നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഇതിൽ ചില സംശയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണമായ ആ ഒരു പൈപ്പിൽ നിന്ന് ഏതാനും ചില ഫിംഗർ പ്രിന്റും അതുപോലെ കുറച്ച് മണലും ആവട്ടെ അവൾ ഇപ്പോൾ അവരെ ഏൽപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് ബാരി ആ ഒരു മണൽ കൊണ്ടുവരികയും അത് നല്ല രീതിയിൽ പരിശോധിക്കുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് ജയഗാരിക് ആവട്ടെ അവന്റെ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ കെയ്റ്റ്ലിന് ഒരുപാട് സങ്കടമാവുകയാണ്. ഇതേ സമയത്ത് ബാരിയുടെ അടുത്തേക്ക് സിസ്കോ കടന്നു വരികയും ആ ഒരു മണലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ആഹാ കൊള്ളാലോടാ, നീ ഇപ്പൊ അന്വേഷണമൊക്കെ നിർത്തി കടലവെറുക്കാൻ പോവാണോ മണ്ണൊക്കെ വെച്ചുകൊണ്ടെന്ന് ഇപ്പൊ സിസ്കോ ബാരി എടുത്ത് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ജയഗാരി കടന്നു വരികയും അവന്റെ പേര് സാൻഡ്മാൻ എന്നാണ്. അവൻ ഒരു മെറ്റാ ഹ്യൂമൻ ആണ്. ഒരുപാട് തവണ എന്റെ ലോകത്ത് വെച്ചുകൊണ്ട് ഞാൻ അവനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്കെന്നെ സാധിച്ചിട്ടില്ല. അവനെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്ന് ജയഗാരിക്ക് ഇപ്പോൾ ബാരിയുടെ അടുത്ത് പറയുന്നു. നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. അത്രയും പവർഫുള്ളും അത്രയും നല്ലവനും ആയിരുന്നുവെങ്കിൽ നീ
നിന്റെ ലോകത്ത് വെച്ച് തന്നെ നീ അവനെ ഇല്ലാതാക്കിയേനെ എന്നിപ്പോൾ ബാരി മറുപടി പറയുകയും അവനെ തിരിച്ച് ജയിലിലേക്ക് തന്നെ ഇടാനായിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുകയും ചെയ്യുകയാണ് ബാരി ഇവിടെ. ഇതേ സമയം പ്രൊഫസർ ആവട്ടെ ആ ഒരു പോർട്ടലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമമായി പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങോട്ടേക്ക് സിസ്കോ കടന്നു വരികയും ബാരിയും അതുപോലെ ആന്റിമാൻ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് കാണാൻ ഇടയാവുകയും ചെയ്യുകയാണ്. ജോ ആവട്ടെ ഇതേ സമയം ബാരിയെ കോൾ ചെയ്യുക. അവിടെ തീ ഉണ്ടാക്കിയ ആ ഒരു മെറ്റാ ഹ്യൂമനെ ഞാൻ കണ്ടുപിടിച്ചു, അവന്റെ പേര് ഇഡി സ്ലിക്ക് ആണെന്ന് പറയുകയാണ് ജോ ഇവിടെ. ഇതേ സമയത്ത് തന്നെ സ്ലിക്ക് അതുവഴി കടന്നു പോവുകയും ജോയെ കണ്ട ഉടൻ തന്നെ അവൻ ഭയപ്പെട്ട് അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവനെ ഫോളോ ചെയ്യുന്ന ആ ഒരു വേളയിൽ തന്നെ അങ്ങോട്ടേക്ക് പാർട്ടി കടന്നു വരികയും സ്ലിക്കിനെ അവരുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. ജോ അവനെ ഒരുപാട് നേരം ക്വസ്റ്റ്യൻ ചെയ്തുവെങ്കിലും അവനൊരു സാധാരണ ഹ്യൂമൻ ബീങ് മാത്രമാണെന്നാണ് ജോയ്ക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഈ ഒരു കാര്യമെല്ലാം തന്നെ ബാരിയുമായി പങ്കുവെക്കുകയാണ് ജോ ഇവിടെ. ഇതേ സമയത്ത് സിസ്കോ ആവട്ടെ ആ ഒരു മണൽത്തരികൾ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്യുകയും അത് സ്ലിക്കിന്റേതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഒരു പക്ഷേ ജെ ഗാരിക് പറയുന്ന എല്ലാം തന്നെ സത്യമായിരിക്കും, നമുക്ക് അവനെ വിശ്വസിക്കാമെന്ന് സിസ്കോയും അതുപോലെ തന്നെ ഐറിസും എല്ലാവരും തന്നെ പറയുകയാണ്. ഇല്ല, ഞാൻ അതിന് തയ്യാറാവില്ല. ഒരിക്കൽ ഞാൻ ഹാരിസണെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതിലൂടെ എനിക്ക് എല്ലാവരും തന്നെ നഷ്ടമായി. ഇനിയും അത്തരത്തിലൊരു വലിയ വീഴ്ച സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നിപ്പോൾ ബാരി അവരുടെ മുമ്പിൽ തുറന്നു പറയുന്നു. ഐറിസ് ആവട്ടെ ബാരിയെ നല്ല രീതിയിൽ സമാധാനിപ്പിക്കുകയും അതിനുശേഷം ജെ ഗാരിക്കിന്റെ ആ ഒരു ഇന്നസെൻസ് അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരിടത്ത് ജോ ആവട്ടെ സ്ലിക്ക് നിരപരാധിയാണെന്ന് കരുതിയതിനു ശേഷം അവനെ വെറുതെ വിടുകയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് സാൻഡ്മാൻ കടന്നു വരികയും ജോയെ നല്ല രീതിയിൽ മർദ്ദിച്ചതിന് ശേഷം പാർട്ടിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ തോന്നേണ്ടത് തോന്നുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ ബാരിക്കാവട്ടെ ഗാരിയെ വിശ്വസിക്കാൻ തയ്യാറാവുന്നു. അതിനുശേഷം ഗാരി ആവട്ടെ എങ്ങനെയാണ് സാൻഡ്മാനെ നശിപ്പിക്കാൻ കഴിയുക എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ബാരിക്ക് പറഞ്ഞു കൊടുക്കുന്നു. നീ വളരെ സ്പീഡിൽ ഓടിയതിനു ശേഷം നിന്റെ മിന്നൽ ഉപയോഗിച്ച് അവനെ ഇല്ലാതാക്കിയാൽ മാത്രമേ അവനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിപ്പോൾ ഗാരിയോട് പറയുകയാണ്. അതിനുശേഷം അവർ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവിടെ തീരുമാനമെടുക്കുന്നു. ഇതേ സമയത്ത് സാൻഡ്മാൻ ആവട്ടെ പാർട്ടിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയും അവിടെ അവളെ ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല അവിടെ ഏതാനും ബോംബും ബുള്ളറ്റ്സും എല്ലാം തന്നെ അവൻ ഫിക്സ് ചെയ്യുന്നു. സിസ്കോ ആവട്ടെ അവന്റെ കഴിവിലൂടെ എവിടെയാണ് പാർട്ടി ഉള്ളത് എന്ന് മനസ്സിലാക്കി എടുക്കുകയും പിന്നീട് ഈ ഒരു കാര്യമെല്ലാം തന്നെ ബാരിയെയും ഗാരിക്കിനെയും അറിയിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയം ജെ ഗാരിക് ആവട്ടെ ബാരിക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സിസ്കോ കടന്നു വരികയും പാർട്ടിയെ ലോക്ക് ചെയ്ത ആ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു എന്ന് വളരെ ആവേശത്തോടു കൂടെ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. പക്ഷേ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിനു മുൻപായിട്ട് സാൻഡ്മാന്റെ ശ്രദ്ധ അവിടെ നിന്ന് തെറ്റിക്കണമെന്ന് സിസ്കോ പറയുന്നു. അതിനെ തുടർന്ന് ബാരി ആവട്ടെ അതിന് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജെ ഗാരിക്കിനടുത്ത് പറയുന്നു. പക്ഷേ എനിക്ക് പവറുകളില്ലല്ലോ, പവറില്ലാതെ ഞാൻ എങ്ങനെയാണ് അവനെ തടയുക എന്ന് ഗാരിക് വളരെയധികം സംശയത്തോടു കൂടെ ബാരിയോട് ചോദിക്കുകയാണ്. നിനക്ക് പവറിന്റെ ആവശ്യമില്ല, നിനക്ക് പവർ നഷ്ടമായ കാര്യം സാൻഡ്മാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ നീ അവന്റെ അടുത്ത് ചെല്ലുകയും അവനെ നേരിടാനായി ശ്രമിക്കുകയും വേണം. ഈ ഒരു സമയത്ത് ഞാൻ പാർട്ടിയെ രക്ഷിക്കുകയും അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ട് മിന്നലുകളെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അവനെ തകർത്ത് കളയാമെന്ന് പറയുകയാണ് നമ്മുടെ ബാരി ഇവിടെ. അതിനെ തുടർന്ന് അവന്റെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഹെൽമെറ്റ് തന്നെ നമ്മുടെ കെയ്റ്റ്ലിൻ ആവട്ടെ ഹാരിയെ ഏൽപ്പിക്കുന്നു. പിന്നീട് ഹാരിയും ബാരിയും ഇപ്പോൾ സാൻഡ്മാനെ തകർക്കാനായിട്ട് അവന്റെ ആ ഒരു ബേസിലേക്ക് തന്നെ കടന്നു വരുന്നു. ശക്തിയില്ലെങ്കിലും തന്റെ മനധൈര്യം ഉപയോഗിച്ചുകൊണ്ട് ജെ ഗാരിക് ആവട്ടെ സാൻഡ്മാനുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ബാരി കടന്നു വരികയും പാർട്ടിയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം നല്ല വേഗതയിൽ അവർക്ക് ചുറ്റും ഓടുകയും ആ ഒരു മിന്നൽ തന്നെ അവന് നേരെ അയക്കാനായി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അടിപൊളി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഏതെങ്കിലും ഒരു ഫ്ലാഷിനെ നശിപ്പിക്കാനാണ്, പക്ഷെ എനിക്ക് 2 ഫ്ലാഷിനെ നശിപ്പിക്കാനുള്ള അവസരം ഒത്തുകിട്ടിയിരിക്കുകയാണെന്ന് ഇപ്പോൾ സാൻഡ്മാൻ പറയുന്നു. ഇത് പറഞ്ഞു തീരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാരി ആവട്ടെ മിന്നൽ അവന് നേരെ പ്രയോഗിക്കുകയും അവൻ വെറും ചില്ലുകളായി തകർന്നു പോവുകയും ചെയ്യുകയാണ്. കെയ്റ്റ്ലിൻ ആവട്ടെ അതിനുശേഷം നമ്മുടെ ഗാരിക്കേറ്റ എല്ലാ പരുക്കങ്ങളും തന്നെ ശുശ്രൂഷിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഹീറോ തന്നെയാണ്, ഒരു പവറുകളും ഇല്ലാതെ നിങ്ങൾ വലിയൊരു വിപത്തിനെ തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് കെയ്റ്റ്ലിൻ ഗാരിയുടെ അടുത്ത് പറയുകയാണ്. ഞാനോ, എനിക്ക് എന്ത് പവർ, എല്ലാം ചെയ്തത് ബാരിയാണ്, ഞാൻ നിന്നു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവൻ ഇപ്പോൾ അവളുടെ അടുത്ത് മറുപടി പറയുകയാണ്. അതേ സമയത്ത് ബാരി കടന്നു വരികയും അവൻ ചെയ്ത എല്ലാ സഹായത്തിനും ഗാരിയുടെ അടുത്ത് നന്ദി പറയുകയും ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ തകർക്കേണ്ടത് ഇവനല്ല, സൂമിനെയാണ്. അവന് ഈ ലോകത്തിന് തന്നെ അധിപനായി മാറാനാണ് അവൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് തവണ അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് സാധിച്ചില്ല. അവൻ എന്നെക്കാളും ഒരുപാട് വേഗത കൂടിയവനാണ്.
അതുകൊണ്ട് തന്നെ നമുക്കത്ര പെട്ടെന്നൊന്നും അവനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് ബാരിയുടെ അടുത്ത് പങ്കുവെക്കുകയാണ് ഗാരി ഇവിടെ. ഇതേ സമയത്ത് ജോ ആവട്ടെ ആർട്ടിയുടെ അടുത്തേക്ക് കടന്നു വരികയും പിന്നീട് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന MHTF-ലേക്ക് അവൾക്ക് പോസ്റ്റിംഗ് കൊടുക്കുകയും ചെയ്യുകയാണ്. ജോയും ഐറിസും ആവട്ടെ എപ്പോഴും ഇത്തരത്തിൽ കേസിന്റെയും കുറ്റവാളികളുടെയും പുറകെ പോകുന്നതിനാൽ അദ്ദേഹത്തിന്റെ വൈഫ് ഇപ്പൊ അങ്ങോട്ടേക്ക് കടന്നു വരികയും അദ്ദേഹത്തോട് പരാതി പറയുകയും ചെയ്യുകയാണ്. പക്ഷേ പ്രൊഫസറിന്റെ സംശയം മറ്റൊന്നായിരുന്നു. എങ്ങനെയാണ് സിസ്കോയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സിക്സ്ത് സെൻസ് പോലെ എല്ലാ പാസ്റ്റും ഫ്യൂച്ചറും കാണാനും അതിലൂടെ ഇവരെ സഹായിക്കാനും കഴിയുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ അറിയേണ്ടത്. എന്നാൽ സിസ്കോ ആവട്ടെ എനിക്ക് ഈ ഒരു കഴിവ് എങ്ങനെ ലഭിച്ചു എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഹാരിസൺ മൂലമാണ് എനിക്ക് ഈ കഴിവ് ലഭിച്ചത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് അദ്ദേഹത്തിനടുത്ത് മറുപടി പറയുകയാണ്. മാത്രമല്ല എങ്ങനെയെങ്കിലും ഈ ഒരു കഴിവ് എന്നിൽ നിന്ന് ഇല്ലാതാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഹാരിസൺ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം വലിയ നഷ്ടങ്ങളും അതുപോലെ തന്നെ വേദനകളും ഉണ്ടാക്കിയിട്ടാണ് കടന്നു പോയതെന്ന് കൂടെ പ്രൊഫസറിനെ അവൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ബാരിയും മറ്റു ടീം അംഗങ്ങളും അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. പ്രൊഫസർ ആവട്ടെ അദ്ദേഹത്തിന് ഇത്രയും നാളത്തെ കണ്ടെത്തലുകൾ അവരുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഞാൻ ഇത്തരത്തിൽ ഗാരിക് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പോർട്ടൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇത്രയും നാൾ അന്വേഷിച്ചത്. അതിലൂടെ 52 പോർട്ടൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി എനിക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം അവിടെ അബോധാവസ്ഥയിലാവുകയും വീണ് പോവുകയും ചെയ്യുന്നു. ഇവിടെ സീൻ ഷിഫ്റ്റ് ആവുകയും പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ലോകത്തുള്ള ലാബാണ്. അവിടെ ആവട്ടെ ഒരു ടീച്ചർ തന്റെ കുട്ടികൾക്ക് ആ ഒരു ലാബിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. 1991 ഇത് കണ്ടുപിടിക്കപ്പെട്ടതെന്നും ലാബിന്റെ സഹായത്താൽ മെറ്റാ ഹ്യൂമൻസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിന് മുൻപിൽ വെളിവാക്കപ്പെട്ടു എന്ന് കൂടെ അവൾ കൂട്ടിച്ചേർക്കുന്നു. അതാ കടന്നു വരുന്നു ഈ ഒരു ലാബിന്റെ തന്നെ കിങ് ആയിട്ടുള്ള ഹാരിസൺ ബെൽസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ഇതുപോലൊരു ട്വിസ്റ്റഡ് ക്ലൈമാക്സോട് കൂടെ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാർട്ടുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.